ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മേരി ജോസ്. ഇന്ന് ഞങ്ങളുടെ സാന്റാ മോണിക്കയുടെ കൂടെയുള്ള UK യൂറോപ്പ് ട്രിപ്പിൻ്റെ 14th ഡേ ആണ്. ഇപ്പം ഞങ്ങൾ ഇറ്റലിയിലാണ്. ഇന്ന് ഞങ്ങൾ രാവിലെ പോകാനായിട്ട് റെഡി ആവുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പുറത്തിരുന്നിട്ടാണ്, ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിപ്പിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുന്നത് സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ബസിലിക്ക വിസിറ്റ് ചെയ്യുന്നുണ്ട് സിറ്റി ടൂറിൽ. അതുപോലെ പിസയിൽ മൈക്കലാഞ്ചലോയിൽ ഒരു ഫോട്ടോ സ്റ്റോപ്പ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇറ്റലിയിൽ ഫ്ലോറൻസിലാണ്. ഫ്ലോറൻസിൽ നിന്ന് അസീസി വഴി റോമിലേക്ക്. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ ഇന്ന് താമസിച്ചിരുന്ന ഹോട്ടലാണിത്. ഞങ്ങളെല്ലാവരും റെഡിയായി. കുറച്ച് പേരിൻ്റെ എത്താനുണ്ട്. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ബസ്സെത്തി ലഗേജുകളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ വരുന്നത്, പുറത്തേക്കുള്ള വ്യൂ വരുന്നത്. എല്ലാവരും വീട്ടിലേക്ക് ഫോൺ വിളിക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയാണ്. ഇതാ നമ്മുടെ ബസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശവീശുന്ന മോഹനാം ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഇവിടുന്ന് ഒരു 53 കിലോമീറ്ററാണ് യാത്ര ചെയ്തത്. പിസ ദെ മൈക്കലാഞ്ചലോ എന്ന് പറഞ്ഞൊരു മനോഹരമായൊരു സ്ക്വയറിൽ ചെല്ലും. അവിടുന്ന് ഫ്ലോറൻസ് നഗരത്തിന്റെ മനോഹരമായൊരു വ്യൂ നമുക്ക് കിട്ടുന്നൊരു പോയിന്റാണ്. അതിന് താഴെയാണ് ഫ്ലോറൻസ് നഗരം. അത് കഴിഞ്ഞ് അവിടെ പിസാദിലെ മൈക്കലാഞ്ചലോയിൽ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 180 കിലോമീറ്ററോളം ഓടി ഒന്ന് ലഞ്ച് കഴിക്കും. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അസീസി പള്ളി സന്ദർശിക്കും. അസീസി പള്ളി കഴിഞ്ഞ് പിന്നെയും ഏതാണ്ട് ഒരു 180 കിലോമീറ്ററോളം ഓടി നമ്മൾ റോമിലെത്തും. റോമിൽ നിന്ന് നമ്മൾ ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിഞ്ഞ് നമ്മുടെ ഹോട്ടലിലേക്ക് പോകും. പിന്നെ ഏകദേശം ഒരു 450-500 കിലോമീറ്ററിനടുത്ത് നമുക്ക് ഓട്ടമുണ്ട്. അപ്പോൾ നമുക്ക് ഇദ്ദേഹം പുറപ്പെട്ട് പുള്ളി ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രാത്രിയിൽ 8 മണിക്ക് ഹോട്ടലിലെത്തണം. നമ്മുടെ നാളത്തെ പരിപാടിയിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 7-8 മണിയോട് കൂടിയേ നമുക്ക് പേപ്പൽ ഓഡിയൻസിനായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം സാധാരണ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ വെളുപ്പിനെ പോകാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്തൊരു ടാക്സി എടുത്ത് നേരെ വത്തിക്കാനിൽ പോയി ഇറങ്ങുകയാണ് ചെയ്യണം. ഇറങ്ങി അവർ ഇത് കൂടി അവിടെ നിൽക്കും. ബാക്കിയുള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്ന് അവിടെ നമ്മൾ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും. ഒരു പോയിന്റ് ഉണ്ട്, അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഈ പേപ്പർ ഓഡിയൻസ് കഴിഞ്ഞ് എല്ലാവരും ഫൗണ്ടൻ്റെ അടുക്കൽ കൂടാനാണ് പറയുന്നത്. അപ്പൊ 5 മണിക്ക് പോകാൻ താല്പര്യമുള്ള ആള് ഈ ബസ് മാത്രമേ നമുക്ക് യാത്രയ്ക്കുള്ളൂ. ഇങ്ങനെ രാത്രിയിൽ എപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു അത് കഴിഞ്ഞ് 11 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യം ഇപ്പം ഞാനോ കമ്പനിയോ ആര് പറഞ്ഞാലും ഇവർ വണ്ടി എടുക്കില്ല. കാരണം അവരെ പോലീസ് പിടിക്കും. പിടിച്ചാൽ വൻ ഫൈൻ വരും. ഇവിടെ വേറെ ഹോളി ലാൻഡ് എവിടെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് രാത്രി പാതിരാത്രി വന്ന് കിടന്നാലും 2 മണിക്ക് കിടന്നിട്ട് 5 മണിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളും വണ്ടി എടുക്കാനില്ല. പക്ഷെ ഇവിടുത്തെ നിയമങ്ങൾ സ്ട്രിക്റ്റാണ്. പിന്നീട് രാത്രി നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നോ അത് കഴിഞ്ഞ് 11 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞ് പോയി വണ്ടി എടുക്കും. ചിലപ്പോൾ നമ്മൾ രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും പുള്ളിയുടെ 11 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞില്ലേ പുള്ളി 8 മണിക്ക് എടുക്കും. അപ്പോൾ പേപ്പൽ ഓഡിയൻസിൽ പോകാൻ ഉള്ളവർ അത് കാണാൻ ആകാംക്ഷയോടുകൂടിയുള്ളവരും പ്രാർത്ഥിക്കാനുള്ളവരും നമ്മളെല്ലാവരും നമ്മളതിൽ ലേറ്റ് ആവും. അതാണ്
ഇപ്പൊ അച്ഛൻ പറഞ്ഞിരുന്നു, സാറ് പറഞ്ഞിരുന്നു വെളുപ്പിന് 5 മണിക്ക് പോകണം. 5 മണിക്ക് നമുക്ക് ചോദിച്ചു നോക്കാം, ആ സമയത്ത് എന്തെങ്കിലും പാക്ക് ഇതായിട്ടുള്ളത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം ഈ ഹോട്ടലിൽ. അല്ല, രാവിലെ മുതൽ അവിടെ ക്യൂ തുടങ്ങും. അപ്പം പെട്രോൾ ഓഡിയൻസ് തുടങ്ങുന്നത് വൈകിയാണ്, എന്നാലും സ്ലോട്ടില്ല സാർ, ഇതിൽ സ്ലോട്ടില്ല. ഇല്ലില്ല, നമ്മൾ ക്യൂ നിന്ന് തന്നെ എല്ലായിടത്തും ക്യൂ ആണിത്. എല്ലാ സ്ഥലത്തും അവിടെ കയറാൻ ക്യൂ നിന്ന് നമുക്ക് ബുക്ക് കയറണം. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇതല്ലേ, അല്ലെങ്കിൽ ഹോട്ടലിലെ സമയത്ത് ചെന്ന് ഡിന്നർ കിട്ടിയില്ല, അല്ലെങ്കിൽ ഹോട്ടലിൽ റൂം ചെക്കിനാകാൻ താമസിച്ചു. നമുക്ക് പരമാവധി ശ്രമിക്കാം ഞാൻ, കാരണം എനിക്കും വാങ്ങിക്കാനുള്ളതുകൊണ്ട്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത് ഒന്നുകിൽ റോം ഡ്യൂട്ടി ഫ്രീ എന്നോ അല്ലെങ്കിൽ അബുദാബി ഡ്യൂട്ടി ഫ്രീ എന്ന് ചെല്ലുമ്പോഴാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ സൗകര്യങ്ങൾ കിട്ടുന്നതെല്ലാം ഈ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധാരണ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ ലുസേണില്, അതാണ് എല്ലായിടത്തെയും ഒരു പ്രൈസ് റേഞ്ച്. കൂപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാധാരണ സൂപ്പർ മാർക്കറ്റാണ്, അവിടുന്ന് എല്ലാവരും വാങ്ങിക്കാറുണ്ട് സാധനം. ചോക്ലേറ്റ് നമ്മൾ ആ ലുസേണില് ഒരു റെസ്റ്റോറൻറ്റിന്റെ താഴെ നിർത്തിയില്ല. ഞങ്ങൾ ഫ്ലോറൻസിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് പിസാലെ മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇലക്ടഡ് കൗൺസിലേഴ്സ്, അത് ഇവിടുത്തെ പൗരന്മാരെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ്, അവരെയും തെരഞ്ഞെടുക്കുന്നവരാണ്. അവരാണ് സിറ്റി കൗൺസിൽ. സിറ്റി കൗൺസിലാണ് ഇവിടെ ലോക്കൽ ഭരണവും ബഡ്ജറ്റ് തയ്യാറാക്കുന്നതും സിറ്റിയുടെ പ്രധാന പോളിസീസൊക്കെ തയ്യാറാക്കുന്നതും എല്ലാം ഈ ലോക്കൽ സിറ്റി കൗൺസിലാണ്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അവര് ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. പബ്ലിക് സർവീസസ്, ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ മെയിൻ്റനൻസ്, റോഡ് പണി, എല്ലാ കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ഇവരാണ്. അത് ഹെഡ് ചെയ്യുന്നത് മേയറാണ്. അതിന് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഏജൻസികളും ഒക്കെ ഉണ്ട്, എല്ലാം ഓരോ ഫംഗ്ഷൻസ് നിർവഹിക്കാനായിട്ട്. തണൽ മരത്തിന് ബെസ്റ്റാ, താഴത്തൊന്നും ചില്ലില്ല. ഞങ്ങൾ ഓൺ ദ വേ ആണ്. അപ്പോൾ ഇടയ്ക്ക് വഴിയിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിക്കുന്നതാണ്. ശരിക്കും ഇറ്റലിയിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അതായത് സ്വിറ്റ്സർലൻഡ്, സ്ലൊവേനിയ അതെല്ലാം നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇറ്റലിയിലേക്ക് കയറിയപ്പോൾ പച്ചപ്പൊന്നും ഇല്ല, മലകളൊന്നും ഇല്ല എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഒരു വശം മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള പച്ചപ്പും മലകളും മരങ്ങളും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. ഫ്ലോറൻസാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഏകദേശം സ്ഥലം എത്താറായി. അതായത് പിസാലെ മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായി. അവിടെ ആ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നല്ല രസമാണ്. നമ്മുടെ ഫ്ലോറൻസ് സിറ്റി മുഴുവൻ നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ ഈ വ്യൂ സൈഡിൽ, ഇതിന്റെ ആ വ്യൂ പോയിന്റ് സൈഡിലുണ്ട്. അവിടെ പോയി നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. ആ ലെഫ്റ്റ് സൈഡിലൊക്കെ റെയിലിംഗ്സ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ വണ്ടി ഇവിടെ നിർത്തും. ഇവിടെ ടോയ്ലറ്റ് പോകേണ്ടവർക്ക് ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്, ടേബിൾ ആണ്. റോസ് ഫ്ലവർ നോക്കിയേ. ബീച്ചില്ല, ഇല്ല. ഇത് ഒരു വ്യൂ പോയിന്റ് ആണ്. ശരി, ഞങ്ങൾ പിസാലെ മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇത് ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ഇതുള്ളത്. അതായത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ നല്ല മരങ്ങളും പച്ചപ്പും ഒക്കെ. ഇത് ഫ്ലോറൻസിൻ്റെ മൊത്തം വ്യൂ ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് ഓരോ സ്ഥലത്തും ലണ്ടനായി, മറ്റേ പാരീസിൽ ഈഫൽ ടവർ, അതുപോലെ ഇവിടെ ഇറ്റലിയിൽ ഈ ഫ്ലോറൻസിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ ഇവിടെ മൈക്കലാഞ്ചലോൻ്റെ ഒരു ഇതുണ്ട്, ഒരു സ്തൂപമുണ്ട്, പ്രതിമയുണ്ട്. അതായത് മൈക്കലാഞ്ചലോ ഡിസൈൻ ചെയ്ത നമ്മുടെ ദാവീദ് രാജാവിൻ്റെ ഒരു സ്തൂപം ഇവിടെയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഓടി നടന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. കാരണം നല്ല വ്യൂ ആണ്, ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചാടി വായുവിൽ നിൽക്കണ പോലെയൊക്കെ ഫോട്ടോ കിട്ടാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. കുറേ ഒരു 20 പ്രാവശ്യമൊക്കെ ചാടുമ്പോഴാണ് നമുക്കൊരു ഫോട്ടോ ഒക്കെ കിട്ടുന്നത്. എന്നാലും ഞങ്ങളതൊക്കെ ട്രൈ ചെയ്തു. കാലുവേദനയും മുട്ടുവേദനയൊക്കെ ഉണ്ട് എല്ലാവർക്കും, എന്നാലും ചാടാനൊന്നും ആർക്കും മടിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രൂപ്പുകാരവിടെ എല്ലാം എത്തി. വേറെ ആക്ടിവിറ്റീസൊന്നും ഇല്ല, ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ആ കാഴ്ച കാണലും ഒക്കെ ഉള്ളൂ.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. എല്ലാവരും ഭയങ്കര സന്തോഷമായി. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എല്ലാവരും എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ള സ്ഥലം സെലക്ട് ചെയ്യുകയാണ്. ഇത് അതിൻ്റെ മറ്റേ ചുറ്റും നോക്കിയാൽ വ്യൂ ആണ്. അപ്പോൾ എല്ലാ വശത്തുനിന്നും നല്ല ഭംഗിയാണ്. ഞങ്ങളൊരു അരമണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേലും ഭംഗിയാണല്ലോ എപ്പോഴും നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ശരിക്കും എല്ലാ ദിവസവും ടൈറ്റ് ഷെഡ്യൂളാണ്. ഇന്നിപ്പോൾ പൊതുവേ ഒരു പരാതി, ആർക്കും ഷോപ്പിങ്ങിന് സമയം കിട്ടുന്നില്ല. പിന്നെ പേപ്പൽ ഓഡിയൻസിനൊക്കെ 5 മണിക്ക് അവിടെ എത്തുന്നവർ വരെ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ യൂറോപ്പിലൊക്കെ ഒരു റൂളുണ്ട്, ഈ ഡ്രൈവേഴ്സിന് 11 മണിക്കൂർ ബ്രേക്ക് വേണം. അതിന് ശേഷമാണ് അവർക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തുന്ന സമയം വെച്ചിട്ടാണ് നാളെ രാവിലെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. ഇത് ഇത്രയും ഒരു ടൈറ്റ് ഷെഡ്യൂളായിട്ടുള്ള ട്രിപ്പാണ്. പിന്നെ കുറച്ച് പ്രായമായവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്കിതിലാണെങ്കിൽ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണുന്നവർ, ഇവിടെ വന്നവരൊക്കെ, പക്ഷെ വരാത്തവരോട് എൻ്റെ റിക്വസ്റ്റ്, ഒരുപാട് വയസ്സാവാൻ നിൽക്കാതെ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇവിടെ എല്ലാം വന്ന് കാണുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് അതുപോലെ ഭക്ഷണമാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കൃത്യസമയത്തിനൊന്നും ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവാം, ചിലപ്പോൾ കുറച്ച് നേരത്തെ ആവാം. കാരണം സാഹചര്യങ്ങളനുസരിച്ച് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും, ചിലപ്പോൾ മഴയായിരിക്കാം. ഇന്നിപ്പോൾ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എന്നാലും മഴ ഞങ്ങൾ ഇറങ്ങിയ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബസ്സിൽ വെച്ച് കുറച്ച് നേരം മഴയുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളുടെ ഇറങ്ങിയ സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾക്ക് തടസ്സം ഉണ്ടായിരുന്നില്ല മഴ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എല്ലാവരും ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന തിരക്കിലാണ്. ഇവിടുത്തെ സ്റ്റാച്യു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ സ്റ്റാച്യു നേക്കഡാണ് എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ ദാവീദ് രാജാവ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയല്ലോ. അപ്പോൾ ആ പരാജയപ്പെടുത്തിയപ്പോൾ അപ്പോൾ അതിന് മുമ്പുള്ള ആളുടെ ആ ധൈര്യവും തമ്പുരാനിലുള്ള ആശ്രയത്തിൻ്റെ അതെല്ലാം ഈ ബോഡിയിൽ എക്സ്പ്രസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ മൈക്കിൾ ആഞ്ചലോൻ്റെ മാസ്റ്റർ പീസായ സ്റ്റാച്യു ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. എല്ലാവരും സ്റ്റാച്യുവിനെ സംബന്ധിച്ച് ഓരോ കമൻ്റൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് മഴ പെയ്യും എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇറങ്ങിയ സമയത്തൊന്നും മഴയില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ല, കാറ്റുണ്ട്. പിന്നെ വെയിൽ ഉള്ള സ്ഥലത്താണെങ്കിലും തണലത്ത് ചെന്ന് നിന്നാൽ നല്ല തണുപ്പാണ്. വലിയ തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്വെറ്ററൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇറ്റലിയിൽ അത്യാവശ്യം നമുക്ക് തണുപ്പൊന്നുമില്ല. റൂംസിലാണെങ്കിലും അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല. രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരിയൊരു തണുപ്പുണ്ട്. അതും വലിയ തണുപ്പൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന തണുപ്പാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഫോട്ടോ സെഷനൊക്കെയാണ്. ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഇത് ഫുൾ കിട്ടും. ഇവിടെ നിന്നിട്ടൊക്കെ ഞങ്ങൾ ചാടി നോക്കി എയറിൽ നിൽക്കണ പോലെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ശ്രമിച്ചു. ഇത് എന്താണ് സ്റ്റാച്യുവിൻ്റെ ഞാൻ അടുത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ആകാശം നല്ല തെളിഞ്ഞ് നിൽക്കണതുകൊണ്ട് നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ നമുക്ക് മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇറങ്ങാനും നടക്കാനും എല്ലാം മടിയാവും. അപ്പോൾ ഇന്ന് മഴ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുടയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. നല്ല തെളിഞ്ഞ ആകാശവും മലകളും ഈ നഗരവും എല്ലാം നമുക്കിവിടെ കാണാം. ഫ്ലോറൻസ് നഗരം മൊത്തം ഈ മുകളിൽ നിന്നാൽ നമുക്ക് കാണാം. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു.
അതിനുശേഷം ഞങ്ങൾ അസീസിയിലേക്കാണ് പോകുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ബസിലിക്ക കാണാനായിട്ടാണ് പോകുന്നത് ഞങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ഇതൊക്കെ വൺസ് വന്ന് കാണുക. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഈ ട്രിപ്പ് ടൈറ്റ് ഷെഡ്യൂളാണ്, എന്നും ടൈറ്റ് ഷെഡ്യൂളാണ്. പക്ഷെ രാവിലെ ഞങ്ങൾ ഇറങ്ങുന്നത് മിക്കവാറും ഒരു 8 മണി 8:30 സമയത്തൊക്കെയാണ് ഇറങ്ങാറുള്ളത്. ചാടി കൈ മുകളിലേക്ക് വട്ടെ. അങ്ങനെ ഇനി വേണ്ട. ചാട്. ഓക്കെ, ചാട്. ഫ്രണ്ട്ലിക്ക് ചാട്. ചാടാ. ഞങ്ങൾ ഇവിടെ നിന്ന് ചാടി എയറിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല എക്സസൈസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. ഞങ്ങൾ എയറിൽ നിന്നിട്ടൊക്കെ എടുത്തിട്ടിരിക്കുന്ന ഫോട്ടോ നിങ്ങളിതിനൊട്ടും നിസ്സാരമായിട്ട് കാണരുത്. കാരണം എത്ര ചാട്ടം ചാടിയിട്ടാണ് ഇങ്ങനെയൊരു ഫോട്ടോ കിട്ടിയതെന്നൊക്കെ നിങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ചാടിയാലും ഞങ്ങൾ എയറിൽ നിൽക്കണ ഫോട്ടോ വേണമല്ലോ. അപ്പോൾ ആ ടൈമിൻ്റെ സെറ്റിങ്സിൻ്റെതായിട്ട് ഞങ്ങളൊരു 20 പ്രാവശ്യമൊക്കെ ചാടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഫോട്ടോ കിട്ടിയത്. എന്തായാലും ഇങ്ങനെയൊരു ഫോട്ടോ കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുവാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇവിടെ വരുമ്പോൾ ഇതുപോലെയുള്ള, ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ സിറ്റി മുഴുവൻ കിട്ടാവുന്ന രീതിയിൽ ഞങ്ങൾ എയറിൽ നിൽക്കുന്ന പോലെ, അതായത് ഈ പച്ചപ്പൊന്നുമല്ല, അങ്ങനെ കിട്ടണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കിട്ടിയത് ഇങ്ങനെയായി. എല്ലാം തീർന്ന്, കടല തീർന്നു. ശരി, 2 എണ്ണം എനിക്ക് തരുമോ? ഇയാൾ നമ്മളെ താരമാണ്. 2 എണ്ണം മതി, 2 എണ്ണം മതി. പേടിയുണ്ടോ വരാത്തെ? ഇവിടെ പോയില്ല. കഴിഞ്ഞ് കൊത്തില്ല. മേഡം കയ്യിൽ മൊത്തം കൈ കിട്ടിയാണ്. എടുക്കുന്നുണ്ട്. അയ്യോ, അത് ഞാൻ വീഡിയോ പിടിച്ചില്ല. സജി വീഡിയോ പിടിച്ച അത് കൊടുക്കരുത്. സുഖല്ലേ? ഓ, വണ്ടിപ്പുറ ഇനി നിന്നോളൂ. എന്റെ കയ്യിൽ
ഏത് കയ്യിലോട്ട് വരട്ടെന്നാ കൂടുതലുള്ളതിലോട്ട് കയറും. ആ അതിന് കൊത്തി കൊത്തി കയ്യിലോട്ട് കയറും. ആ യെസ് 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 എടുക്കുന്നുണ്ട് അയ്യോ പേടി. എടുക്കണ്ട് യെസ് 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 യെസ്. പുള്ളിയുടെ മാസ്റ്റർ പീസ് സംഭവമാണ് അത്. ശരിക്കും വച്ചിരിക്കുന്നത് ഗലേറിയ ദെൽ അക്കാഡമിയ എന്ന് പറഞ്ഞൊരു മ്യൂസിയത്തിലാണ് ഇറ്റലിയിൽ. അത് ബൈബിളിലെ ഒരു ഹീറോയായ ദാവീദിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ പുള്ളി ഗോലിയത്തിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇതാണ് ഗോലിയാത്ത്. സിംഗിൾ ബ്ലോക്ക് ഓഫ് മാർബിളിൽ നിന്നാണ് പുള്ളി ഇത് ശില്പം തീർത്തത്. 1501 1504 ഇടയ്ക്ക്. അതിന് ഏതാണ്ട് 17 അടി പൊക്കം, 5.17 മീറ്റർ പൊക്കം ഉണ്ടായിരുന്നു. അത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്ന രീതിയിലാണ് പുള്ളി കുത്തിയിരിക്കുന്നത്. അത് എക്സ്പ്രഷൻ ഓഫ് ടെൻഷൻ. അത് പുള്ളിയുടെ ഒരു ഓവറോൾ ഒരു എക്സലന്റ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ് ആണ് അങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഈ ഫ്ലോറൻസിലേക്ക് ഈ പ്രതിമയൊക്കെ കാണാനായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഇത് അതിന്റെ ഒരു കോപ്പിയാണെങ്കിലും ഒറിജിനൽ ശില്പം വെച്ചിരിക്കുന്നത് വേറൊരു മ്യൂസിയത്തിലാണ്. അതെ അതെ. ഏത് മ്യൂസിയത്തില്? റെപ്ലിക്ക വേണ്ട അല്ലേ? ഇത് ഡ്യൂപ്ലി അല്ലേ? കാക്ക കൊത്തിയെന്നാണ്. ഇത് ഡ്യൂപ്ലി അയാളെ ശിഷ്യന്മാർ ായിട്ടാണ് കാണപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതൊരു ക്ലാസിക്കൽ ഒരു ഏൻഷ്യന്റ് ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ആർട്ട് ട്രഡീഷനാണ്. അവിടെ ഹ്യൂമൻ വർക്ക് ഫോംസ് ഒക്കെ അതിന്റെ നാച്ചുറൽ സ്റ്റേറ്റിലാണ് അവർ ശില്പങ്ങൾ കുത്തുന്നതും സെലിബ്രേറ്റ് ഡെപിക്ട് ചെയ്യുന്നതല്ല. അതില് കുറച്ച് പേര് മാത്രമേ ഫോട്ടോ എടുത്തോളൂ. എന്താന്ന് അറിയണില്ല. എന്ത് പറഞ്ഞ ആൻസർ കേട്ടില്ല. അല്ല, ഇനി അടുത്തത് ശില്പം മാലാഖേനായിരിക്കുന്നത്. ഈ നേക്കഡ് ഫോം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾക്ക് ഈ മനുഷ്യന്റെ ശരീരഘടനയുടെ ഓരോ ഇൻട്രിക്കേറ്റ് ഇതും വളരെ ഭംഗിയായിട്ട് കാർവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേക്കഡായിട്ട്. അതേസമയം വസ്ത്രം ഇട്ടുള്ള സംഗതികളാകുമ്പോഴത്തേക്ക് ഫിനിഷിംഗ് ഒരു ഐഡിയൽ ഹ്യൂമൻ ഫോം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നേക്കഡായിട്ട് പണി ചെയ്തത്. അല്ലെങ്കിൽ മുഖം മാത്രമേ നമ്മുടെ അവിടെയുള്ള പ്രതിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ അധികം ഒരു ആർട്ട് വർക്ക് വരുന്നില്ല. കാരണം ബാക്കിയുള്ളത് വസ്ത്രങ്ങൾ മൂടി പോകുന്നത് മുഖം മാത്രമേ ഒരു ആർട്ടിസ്റ്റിക് എക്സലൻസ് കാണിക്കാനും വസ്ത്രത്തിന് മാത്രമേ ഈ നഗ്നത ഒരു ശുദ്ധത, പ്യൂരിറ്റി, സ്ട്രെങ്ത്, ഹീറോയിസം ഇതിന്റെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് കരുതിയിരുന്നത്. ഡേവിഡിനെ മൈക്കലാഞ്ചലോ കരുതിയിരുന്ന ഒരു ഐഡിയൽ ഹ്യൂമൻ ബീങ്, ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു മാതൃകാ പുരുഷൻ ആയിട്ട്. അത് ഫിസിക്കലി മോറലി ശാരീരികമായിട്ടും അതുമല്ലാതെ ഒക്കെ എല്ലാം. പിന്നെ ഒരു ബൈബിളിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ബൈബിളില് ഈ ദാവീദ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വളരെ യങ്ങായിട്ടുള്ള ആട്ടിടയനായിരുന്നു. ഗോലിയത്ത് വലിയ കല്ലും ഒരു വലിയ സ്ലിങ്ങും ഒക്കെ ആയിട്ട് വന്നിരുന്ന ഒരു മല്ലനായിരുന്നു. മല്ലൻ. ഗോലിയാത്ത് മല്ലനാണ്. അദ്ദേഹത്തിന്റെ ഒരു ബ്രേവറിയാണ് ഇതിൽ. ഈ വളരെ ശക്തിമാനും ഭീകരനുമായിരുന്ന ദാവീദിനെ, ഗോലിയത്തിനെ പുള്ളി എങ്ങനെ നേരിട്ടു എന്നുള്ളതിന് ഒരു അതെ അതെ ആ ഒരു അങ്ങനെ ഒരാളെ നേരിടാൻ വേണ്ടി മാത്രമുള്ള ഒരു പൗരുഷം ക്രിയേറ്റ് ചെയ്യാനും കൂടെയാണ് പുള്ളി ഇങ്ങനെ ഒരു ശില്പം ഇത്ര ന്യൂഡായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ ശാരീരിക ഘടന മുഴുവൻ കാണിക്കത്തക്ക രീതിയിൽ ഒരു ന്യൂഡായിട്ട് ശില്പം തീർക്കാൻ അങ്ങനെ ഒരു കാരണമാണ്. അയാളുടെ വാളൂരി അയാളുടെ തന്നെ കഴുത്ത് വെട്ടി തലയിൽ
അല്ല, അതില് ദാവീദിന്റെ വിശ്വാസം സർവശക്തനായ ദൈവമാണ് എന്റെ കൂടെയുള്ളതെന്നുള്ള വിശ്വാസത്തില് നീക്കഡായിട്ട് നഗ്നനായിട്ട് ഇത് നിർമ്മിച്ചതോടുകൂടി പ്രതിമ ഉണ്ടാക്കിയതോടുകൂടി മൈക്കലാഞ്ചലോയ്ക്ക് ഒരു മനുഷ്യ ശരീരത്തിന്റെ പൊട്ടൻഷ്യൽ, അതിന്റെ എന്തെല്ലാം സാധ്യതകൾ മനുഷ്യ ശരീരത്തിനുണ്ട്, അതിന്റെ ഡീറ്റെയിൽഡ് മസ്കുലാർ സ്ട്രക്ചർ, അതിന്റെ ടെൻഷൻസ് ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു മീഡിയം അല്ലെങ്കിൽ അതെല്ലാം ഈ ദാവീദുമായിട്ട് ഗോലിയത്തുമായിട്ടുള്ള യുദ്ധത്തിൽ ഉണ്ടായിരുന്ന പുള്ളിയുടെ ഒരു ശാരീരിക ഘടന മുഴുവനും, ആ ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷനും ഇതെല്ലാം ഈ ദാവീദിന്റെ ശില്പത്തിലൂടെ പുള്ളി കാണിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന് തൊട്ട് മുമ്പുള്ള ആളുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു രൂപം എന്നുള്ള രീതിയിലാണ് കൊത്തിയിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ആ ടെൻഷനുകൾ, അതെല്ലാം അതിനെക്കുറിച്ച് ആർട്ട് വർക്കുകളെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ളവർക്ക് ആ പ്രതിമ കാണുമ്പോൾ മനസ്സിലാവും. അതെല്ലാം ആ മുഖത്ത് വന്നിട്ടുണ്ട് ടെൻഷൻ. അടുത്തത് ഞങ്ങൾ സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ബസിലിക്കയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ശില്പമാണ് അത് വളരെ ആ ഇമോഷണൽ ഇന്റൻസിറ്റിക്കും ഒക്കെ ആ ദുഃഖത്തിൻ്റെയൊക്കെ അമൂർത്തമായൊരു ഭാവം ആ ശില്പത്തിൽ ഉണ്ട്. അതിനാണത് ഫേമസ്. പിയേത്ത. പിന്നെ മോസസ് 1513 1515 ഇടയ്ക്ക് പുള്ളി ചെയ്ത ഒരു ശില്പമാണ്. അത് ഈ ഒരു പോപ്പ് ജൂലിയസ് II സാൻ പിയത്രോ വിൻകോളി റോമിൽ അതിന്റെ പുള്ളിയുടെ കല്ലറയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ശില്പമാണ് ഈ പോപ്പിന്റെ. പോപ്പ് ജൂലിയസ് II സെയിന്റ് പിത്രോ എന്ന് പറയുന്ന സ്ഥലത്ത്, അത് വിൻകോളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്, റോമിനടുത്ത് തന്നെയാണ്. ഇത് മോസസിന്റെ ഒരു മസ്കുലാർ ഫോമും അതിന്റെ ഇന്റൻസ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസിലും ഒക്കെ ആയിരുന്നു ചീഫ് ആർക്കിടെക്ട് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വത്തിക്കാൻ സിറ്റി 1546. പുള്ളിയാണ് ഐക്കോണിക് അതിന്റെ ഡോം ഡിസൈൻ ചെയ്തതും പണിതതും. ഈ റോമൻ ശില്പങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണ് ആ ഡോം. ഞങ്ങൾ സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ബസിലിക്കയിൽ എത്തിയിട്ടില്ല, അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ബസിലിക്കയുടെ പുറത്ത് നിന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം, പക്ഷേ ബസിലിക്കയുടെ ഉള്ളിൽ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് അലൗഡ് ആയിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഗൈഡ് പറഞ്ഞു ചോദിച്ചു നോക്കാം, പെർമിഷൻ കിട്ടുവാണെങ്കിൽ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പെർമിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ നമ്മൾ അതാണ് ഈ കാണുന്നത്, അകലെ കാണുന്നത് അതാണ്. പക്ഷെ ഉള്ളിലത്തെ വീഡിയോസൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പുറത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ നമ്മൾ അകലയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്, ഇപ്പം മരങ്ങൾ കാരണം കൊണ്ട് കാണുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ കാണും. ഈ ഫ്രണ്ടിലേക്ക് കാണുന്നതാണ്. അവിടെ താഴെ മാത്രമല്ല മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കാണുന്നുണ്ട്. Because actually I cannot lead the visit inside the basilica without them. So we'll take the devices. You have the microphones. You have the whispers. I have the microphone, and actually I will speak through the microphone. So you're going to hear me. We're going to make the tour inside the St. Francis Basilica, all the churches, lower, upper, and upper church. Okay? Come back here by 3:15 max. Sorry, what time? The return time 3:15. Is live? No. Is recorded. Pode andar, Benita? Pergunta pra ela. Actually, you know, there are many people from South and you know, we have many people from South America. You know, there are this one
So we have to walk up on the feet, then സെയിൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ചർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൺ ദ വേ ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാവരും നടന്നു വരുന്നുണ്ട്. കുറച്ച് കയറ്റമാണ്, അതുകൊണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാവരും കുറച്ച് പതുക്കെ പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഓടി വന്ന് ഫ്രണ്ടിൽ വന്ന് വീഡിയോ എടുക്കുന്നതാണ്. കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രാൻസിസ് അസീസിയുടെ പാർട്ടി മാറുമല്ലേ? ഇനി മാറില്ല. ഫ്രാൻസിസ് അസീസിയുടെ ചാപ്പലിന് ബസിലിക്കയ്ക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഗൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ഞങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുള്ള ഡിവൈസ് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഡിവൈസുമായിട്ട് ഞങ്ങളുടെ ഗൈഡ് എത്തിയിട്ടുണ്ട്. it was canonized. And 17 July 1228, they started out to build the basilica. Oh, actually, it's okay, can you hear me? Can you hear me now? Hey, this is not working. Can you hear me? This is not working. Can you hear me? Oh, yes, sir. Yeah. Is the volume the wheel? Yes. So you have to the wheel. Okay. Wheel തിരിക്കണം വോളിയം. Okay. There is one. There is few recommendations. Inside the basilica, it's forbidden to take pictures or videos. So I will ask for you. I will ask if you can. Okay. So now we're going to step inside. We're going to visit that. For men, heads off inside the basilica, and no pictures, not videos. You know, sorry, but this one is the rule. I will just ask for her if she can take the video for me. I will try. Yeah, I will show you. So now, actually, we can start to collect dragon device. Can you please strip away? ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്കൊരു ഡിവൈസ് തന്നിട്ടുണ്ടായിരുന്നു. ഹെഡ്ഫോണും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹെഡ്ഫോൺ വെച്ചു. ഞങ്ങളുടെ ഗൈഡ് പറയുന്നത് അതിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം തിരിച്ച് കളക്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ബസിലിക്കയുടെ ഉള്ളിൽ എനിക്ക് നിങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അത് അവിടെ അങ്ങനെയാണ്, അവിടെ അലൗഡ് അല്ല. അപ്പോൾ പിന്നെ നമ്മൾക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ കാണാത്തതെല്ലാം ഇനി നിങ്ങൾ നേരിൽ വന്ന് കാണുക. ഓക്കെ, എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നതെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വീഡിയോ ഫോട്ടോസൊന്നും അലൗഡ് അല്ലാത്ത സ്ഥലത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണോ, ഞങ്ങളുടെ ട്രിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തിനെങ്കിലും കുറിച്ച് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ നാളെ ഒരു ദിവസം കൂടി ഉണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.